So we thank God for giving us one more day. ഒരു ദിവസം കൂടി നമുക്ക് തന്നതിന് കർത്താവിന് നന്ദി. Yesterday we saw a square with the 4 pans, or we can say quadrant. ഇന്നലെ നമ്മൾ ആ സ്ക്വയർ 4 കള്ളികളുള്ള ഒരു 4 കള്ളി എന്ന് പറയാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടല്ലോ. You remember what are the titles for each quadrant? ഓരോ 4-1 അതിന്റെ പേരുകൾ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? Tell me the first one. ഒന്നാമത്തേത് ഏതായിരുന്നു? Open. തുറന്നത്. Walking in light. A transparent life. വെളിച്ചത്തിൽ നടക്കുന്ന സുതാര്യമായ ജീവിതം. And second quadrant? രണ്ടാമത്തേത് hidden. അത് മറഞ്ഞിരിക്കുന്നത്. Hiding things from others. മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ മറയ്ക്കുന്നത്. Yeah, because we have a fear. നമുക്ക് ഒരു ഭയമുള്ളതുകൊണ്ട്. Fear to come to light. വെളിച്ചത്തിലേക്ക് വരാനുള്ള ഭയം. Like Nicodemus. നിക്കോദെമസിനെ പോലെ. John chapter 3. യോഹന്നാൻ 3. Because he doesn't want his things to be exposed. തന്റെ കാര്യങ്ങൾ വെളിവാക്കപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. Want to live in a false comfort that he is a leader. താൻ ഒരു നേതാവാണെന്നുള്ള തെറ്റായ ഒരു ആശ്വാസത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു. Third area? മൂന്നാമത്തെ ഭാഗം blind. Yeah. അന്ധം ആയിട്ടുള്ള. We may be blind to so many things. നാം പല കാര്യങ്ങളിലും നമ്മെക്കുറിച്ച് അന്ധരായിരിക്കും. But when we move with others in the church, when we come closer to fellowship, and when others give us a feedback, correction, reproof, the blind area, like David encounter with Nathan. നാം സഭയിൽ മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നടക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്ഷൻ തിരുത്തൽ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദാവീദിനെ നാഥാൻ അഭിമുഖീകരിച്ചതുപോലെ ഉള്ള ആ സംഭവങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. As elders know, we feel free to share some corrections with some brothers and sisters, but some won't accept, so we don't go there. മൂപ്പന്മാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ചില വ്യക്തികളോട് അവരെ തിരുത്താനും അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ ചിലരൊക്കെ അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അവരോട് അത്ര സ്വാതന്ത്ര്യമില്ല. It's like a hard soil where they hear the word of God, but there is no outcome. അത് കഠിനമായിട്ടുള്ള മണ്ണ്, അതില് ദൈവവചനം വിതച്ചാലും അതിന് പ്രയോജനമില്ല. Then we have the last quadrant, dark. അവസാനത്തെ ആ ഭാഗം അത് ഇരുണ്ടത്. Maybe unconscious sins. ഒരുപക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ. We also don't know, others also don't know. നമുക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. And when we work out on the other 3 areas, God will reveal to us, and that area will become less and less and less and less. നാം മറ്റ് 3 മേഖലകളിൽ നാം പ്രവർത്തനം ചെയ്യുമ്പോൾ ദൈവം അതിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. അതിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. This process is called as sanctification. ഈ പ്രക്രിയയ്ക്ക് പറയുന്നതാണ് വിശുദ്ധീകരണം. This process is called as transformation. ഈ പ്രക്രിയയാണ് രൂപാന്തരം, glorification. മഹത്വീകരണം. From one standard of glory to another standard of glory. മഹത്വത്തിന്റെ ഒരു നിലവാരത്തിൽ നിന്നും മറ്റൊരു നിലവാരത്തിലേക്ക്. Sometimes people say he's a glorious brother, he's a glorious sister. ചിലപ്പോൾ ആളുകൾ പറയാം അദ്ദേഹം വളരെ മഹത്വമുള്ള ഒരു സഹോദരനാണ്, സഹോദരിയാണെന്ന്. Yeah. Today I want to show another square with the 4 quadrants. ഇന്നും നിങ്ങളെ മറ്റൊരു ചതുരം, 4 ഭാഗങ്ങളുള്ള മറ്റൊരു ചതുരത്തെ കുറിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. Yeah, we would focus on the life of Jesus. നമുക്ക് യേശുവിന്റെ ജീവിതത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. For this I have taken a verse from Luke chapter 5, Luke chapter 2. അതിനുവേണ്ടി ഞാൻ ഒരു വാക്യം ലൂക്കോസ് 2 നിന്നും എടുത്തിട്ടുണ്ട്. Yeah, very few verses are mentioned about the early part of the life of Jesus. യേശുവിന്റെ ആദ്യകാല ജീവിതത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ വളരെ ചുരുക്കമാണ്. Yeah, so this verse talks about it. ഈ വാക്യം അതിനെക്കുറിച്ച് പറയുന്നു. Might be he has been in his teenage.
ഒരുപക്ഷെ യേശു തന്റെ ടീനേജ് പ്രായത്തിലായിരിക്കാം. So we read that he was subject to his parents, നാം അവിടെ വായിക്കുന്നത് തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ്. and he was well versed in the word of God. ദൈവത്തിന്റെ വചനത്തിൽ വളരെ അറിവുള്ളവനായിരുന്നു എന്ന്. These two things we read in Gospel of Luke chapter 2. ഈ രണ്ട് കാര്യങ്ങൾ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. But what I wanted to show is, എന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുക എന്തെന്നാൽ it is found in 52nd verse. ഇത് 52-ാമത്തെ വാക്യത്തിൽ കാണുന്ന കാര്യമാണ്. Jesus kept increasing in wisdom, stature, and in favor with God and men. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. I would like to put it like this: അത് ഇങ്ങനെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. mental well-being മാനസികമായിട്ടുള്ള ആരോഗ്യം, or mental wellness. മാനസികമായിട്ടുള്ള സുഖം, That's the first quadrant. അതാണ് ഒന്നാമത്തെ ഭാഗം. And second quadrant രണ്ടാമത്തെ ഭാഗം is physical well-being, ഭൗതികമായിട്ടുള്ള ആരോഗ്യം, stature. തന്റെ ആരോഗ്യം. And third one, spiritual well-being, favor with God. മൂന്നാമത്തേത് ആത്മീയമായിട്ടുള്ള സുഖം, അത് ദൈവത്തിന്റെ കൃപയാണ്. Spiritual wellness. ആത്മീയമായിട്ട് ആരോഗ്യത്തോടെ ആയിരിക്കുക. The last one, the favor with men, or how he moved with the society, social well-being. നാലാമത്തേത് മനുഷ്യരുമായിട്ടുള്ള നടപ്പ്, മനുഷ്യരോട് ഒരുമിച്ച് എങ്ങനെ മുമ്പ് പോയി, സാമൂഹികമായിട്ടുള്ള ആരോഗ്യം. So now you can imagine a big square with the 4 components, 4 quadrants. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ചതുരം, 4 ഭാഗങ്ങളുള്ള ഒരു ചതുരത്തെ ആയിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാമല്ലോ. The first one is related to mind, mental well-being. ഒന്നാമത്തേത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മാനസിക ആരോഗ്യം. And second one is physical well-being or personal well-being. രണ്ടാമത്തേത് Personal wellness. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യം എന്ന് നമുക്ക് പറയാം. And third one is spiritual wellness. മൂന്നാമത്തേത് ആത്മീയ ആരോഗ്യം. The last one is social wellness. നാലാമത്തേത് സാമൂഹികമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോഗ്യം. We are also having relation with all these 4 areas of life. നമുക്കും ഈ 4 മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും അതിനോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. If you are not well in your mind, നമ്മുടെ മനസ്സിൽ നമുക്ക് സുഖമില്ലെങ്കിൽ, then it affects so many areas of our life. അത് നമ്മുടെ ജീവിതത്തിലെ മറ്റു പല മേഖലകളെയും ബാധിക്കും. Yeah. I know one young sister, എനിക്കൊരു ചെറുപ്പക്കാരിയായ സഹോദരിയെ അറിയാം. and she came and told me, അവൾ വന്ന് എന്നോട് പറഞ്ഞു, brother, in my house there's a small opening with a glass on the roof. സഹോദര, എൻ്റെ വീട്ടിൽ ചെറിയൊരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു ചെറിയൊരു ദ്വാരമുണ്ട്. Yeah, it is for sunlight. അത് വെളിച്ചം കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. It's a tiled house. അത് ഓടിട്ട വീടാണ്. And somebody is coming there and always seeing me. ആരോ എപ്പോഴും വന്ന് അവിടുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. It's very difficult to climb up there and to see from there. അവിടെ മുകളിൽ കയറുന്നതിനെ പ്രയാസമാണ്, അവിടുന്ന് നോക്കുന്നതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. Then I was going in the cycle, somebody is chasing me. ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ആരോ എന്നെ പിന്തുടരുന്നു. And one day husband started chasing. ഒരു ദിവസം ഭർത്താവ് പിന്തുടർന്നു. To find out if somebody else is chasing. ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. Nobody. ആരുമില്ല. So like that she started complaining so many things. അങ്ങനെ അവൾ പല കാര്യങ്ങളെ കുറിച്ചും ഇങ്ങനെ പരാതിപ്പെടാൻ തുടങ്ങി. The problem is in the mind. പ്രശ്നം മനസ്സിലാണ്. No, what was the cause? അതിന്റെ കാരണം എന്താണ്? She started seeing blue films. അവൾ അശ്ലീല ചിത്രങ്ങൾ കാണുവാൻ തുടങ്ങി. Am I right? Blue film. Okay, yeah. And obscene pictures. ചിത്രങ്ങൾ, അങ്ങനെയുള്ള അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ. Husband also encouraged. He also saw. ഭർത്താവും അതിനെ ഉത്സാഹിപ്പിച്ചു, അദ്ദേഹവും അത് കണ്ടിരുന്നു. And I don't know how many months or years they have been watching it. എത്ര മാസങ്ങളോ വർഷങ്ങളോ അവരത് കണ്ടുകൊണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല. Then they got convicted or they stopped. അതിനുശേഷം അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായി, അവരത് നിർത്തി. Now what's the problem? ഇപ്പോൾ എന്താണ് പ്രശ്നം? The problem started in their mind. മനസ്സിൽ പ്രശ്നം Because when they do that, they wanted to see that nobody watches them.
കാരണം അവരത് ചെയ്യുമ്പോൾ മറ്റാരും അത് കാണുന്നില്ല എന്ന് അവർക്ക് ഉറപ്പാക്കണം. Suddenly they will go and see whether door is really locked and all the screens are put. അവര് പെട്ടെന്ന് പോയി നോക്കും കഥകളിലൊക്കെ അടച്ചിട്ടുണ്ടോ, ജനലൊക്കെ ട്ടുണ്ടോ എന്ന്. Hours together, no, hiding things and seeing unwanted things. No, it affected the mind. മണിക്കൂറുകൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു ഒളിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് മനസ്സിനെ ബാധിക്കുന്നു. Always became suspicious of others. മറ്റുള്ളവരോട് എപ്പോഴും സംശയത്തോടെ നോക്കുന്നു. Always she feels she is under censorship. അവൾ ചിന്തിക്കുന്നത് അവളെ ആരോ അവളെ നിരീക്ഷിക്കുന്നു എന്നാണ്. Then she started blaming this person, that person, that person. അതിനുശേഷം ഇയാളെ മറ്റേയാളെ അങ്ങനെ അവരെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. A grandmother was staying in their home. അവരുടെ വല്യമ്മ അവരുമായിട്ട് അവരുടെ വീട്ടിൽ Whether താമസിക്കുകയായിരുന്നു. she'll find it out. അവൾ ഇത് കണ്ടുപിടിക്കുമോ? So from the depth of her heart, she started hating her. അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവരെ വെറുക്കുവാൻ തുടങ്ങി. Chased her out of her house. അവരുടെ വീട്ടിൽ നിന്നും അവരെ പുറത്താക്കി. And going to police stations to complain. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനൊക്കെ തുടങ്ങി. Then finally, no, not finally, later stage, she took a knife. അത് പിന്നീട് തുടർന്നുള്ള സമയത്ത് അവൾ ഒരു കത്തി വരെ എടുത്തു. And placed in the front of the home. വീടിന്റെ മുമ്പിൽ അത് വെച്ചിരുന്നു. And pressurized and demanded her husband. അവളുടെ ഭർത്താവിനെ സമ്മർദ്ദത്തിലാക്കി അവനിൽ നിന്നും അവനോട് കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചു. Go and do something to the grandmother, otherwise you don't come into the home. നീ പോയി Go and stab her. വല്യമ്മയെ കത്തി വെച്ച് കുത്തുക, അല്ലെങ്കിൽ നീ വീട്ടിൽ വരരുതെന്ന് പറയാൻ തുടങ്ങി. What to do? എന്ത് ചെയ്യാം? Born again people. വീണ്ടും ജനിച്ച What went wrong? എന്താണ് തെറ്റിപ്പോയത്? Imagine the first day they entered into that habit. ആ ഒരു ശീലം തുടങ്ങിയ ദിവസം കുറിച്ച് ചിന്തിക്കുക. Devil did not tell them that at the end you will become like this. പിശാച് അവരോട് അന്നേരം പറഞ്ഞില്ല അവസാനത്തിൽ നിങ്ങൾ ഇങ്ങനെ ആയിത്തീരുമെന്ന്. At that time devil only told them what enjoyment they will have. ആ സമയത്ത് പിശാച് പറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ആസ്വാദനത്തെ കുറിച്ച് മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ. So how is your mind? നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ്? Is your mind pure? നിങ്ങളുടെ മനസ്സ് ശുദ്ധിയുള്ളതാണോ? Or do you allow everything to come into your mind through your eyes and ears? നിങ്ങളുടെ കണ്ണിലൂടെയും ചെവിയിലൂടെയും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? I studied in a government college. ഞാനൊരു ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. And we had a prayer meeting in our room. ഞങ്ങൾക്ക് എൻ്റെ മുറിയിൽ ഒരു പ്രാർത്ഥനാ യോഗം ഉണ്ടായിരുന്നു. Every day we used to have prayer cell. എല്ലാ ദിവസവും ഞങ്ങൾക്ക് prayer cell ഉണ്ടായിരുന്നു. Someday we invite some special speaker and I call all the other Hindu friends and non-Christians, and that day, no, on the cot, on the floor, on the table, some 30-35 people were there in my room. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആ പ്രാർത്ഥനാ യോഗങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രത്യേക ദിവസങ്ങളിൽ പുറത്തുനിന്ന് ചില പ്രസംഗകരെ വിളിച്ച് ഞങ്ങളുടെ ഹിന്ദുക്കളായതും ക്രിസ്ത്യാനികൾ അല്ലാത്തവരുമായിട്ടുള്ള പല സുഹൃത്തുക്കളെയും വിളിച്ച് 30-35 പേർ ആ മുറിയിൽ താഴെയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. And when the meeting was going on, there was a knock at the door. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഥയിൽ ഒരു മുട്ടലുണ്ടാവും. I opened the door. ഞാൻ കഥ തുറക്കുന്നു. Somebody said, "Professor is calling you." ആരോ പറഞ്ഞു, പ്രൊഫസർ എന്നെ വിളിക്കുന്നു. He is in charge of the hostels. ഈ ഹോസ്റ്റലിന്റെ ചുമതലയുള്ള പ്രൊഫസർ. He is a foreign returned professor. അദ്ദേഹം വിദേശത്ത് പോയി മടങ്ങി വന്ന ഒരു പ്രൊഫസറാണ്. So he called me. എന്നെ അദ്ദേഹം വിളിച്ചു. Say, what is happening inside the room? എന്താണ് മുറിക്കുള്ളിൽ സംഭവിക്കുന്നത്? Because he saw so many chappals outside my room. ആ മുറിക്ക് പുറത്ത് ധാരാളം ചെരുപ്പുകൾ അദ്ദേഹം കണ്ടു. So he thought something wrong is going inside. എന്തോ തെറ്റായ കാര്യം ഉള്ളിൽ നടക്കുകയെന്ന് അദ്ദേഹം ചിന്തിച്ചു. I told him. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, Sir, we are having prayer. സാർ, ഞങ്ങൾക്ക് പ്രാർത്ഥനാ യോഗമാണ്. Oh, very, very sorry. Very, very sorry. Go and continue. ക്ഷമിക്കണം, നിങ്ങൾ പോയി തുടർന്നോളൂ. Because he thought, I never knew such things are going on. അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞില്ലായിരുന്നു. In those days, they will hire a TV and they will put a blue film, they collect money and they all watch.
ഈ കാര്യമൊക്കെ നടന്നുകൊണ്ടിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ സമയത്ത് അവര് ഒരു ടിവി വാടകയ്ക്കെടുത്ത് ബ്ലൂ ഫിലിം ഇട്ട് അവര് മുറിക്കുള്ളിൽ നിന്ന് കാണുമായിരുന്നു. How difficult it is in those days to ആ see blue film, ആ കാലത്തൊക്കെ അത് കാണുക എന്നുള്ളത് എത്ര പ്രയാസമായിരുന്നു. pornography. അശ്ലീല ചിത്രങ്ങൾ. But now, see, the technology has made it very, 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 very easy. No need for you to hire TV, no need to hire for cassette or anything, no need for looking for room. How it is easy. ഇപ്പോൾ സാങ്കേതികവിദ്യ അധികം അതിനെ എളുപ്പമാക്കി തീർക്കുന്നു. നിങ്ങൾ ടിവി വാടകയ്ക്കെടുക്കുകയോ കാസറ്റ് വാടകയ്ക്കെടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയും. At that time, I never knew why the professor checked my room. ആ സമയത്ത് ഈ പ്രൊഫസർ എന്റെ മുറി കുറിച്ച് അന്വേഷിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. I never knew what is the meaning of blue film. ആ അശ്ലീല ചിത്രം എന്നതിന്റെ ബ്ലൂ ഫിലിം എന്നതിന്റെ അർത്ഥം അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. Dirty pictures. അത് അശുദ്ധമായ ചിത്രങ്ങൾ. Until I came to my final year, at the very final days, only I came to know that such things were going on. എന്റെ അവസാന വർഷം ഞാൻ കോളേജിൽ നിന്ന് പോരാറായ അവസാന ദിവസം വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞത്. Because I was so much busy in my studies and attending the prayer cell and explaining the scriptures to the students, I never knew, it never came and fell into my ears. കാരണം ഞാൻ വളരെ തിരക്കുള്ളവനായിരുന്നു എൻ്റെ പഠനത്തിലും പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുന്നതിലും മറ്റുള്ളവരോട് മറ്റു വിദ്യാർത്ഥികൾക്ക് ബൈബിൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ ചെവിയിൽ എത്തിയില്ല. Idle man's mind is devil's workshop. അലസനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. Are you idle? നിങ്ങൾ Idle? അലസനാണോ? You have lot of free time? നിങ്ങൾക്ക് ധാരാളം ഒഴിവ് സമയങ്ങളുണ്ടോ? Don't know what to do? ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത സമയങ്ങൾ? Even when I was studying the school, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും I was also tempted strongly. എനിക്കും വളരെ ശക്തമായിട്ടുള്ള പ്രലോഭനം ഉണ്ടായിട്ടുണ്ട്. But my dad, when I was in 9th standard, bought me a guitar. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് ഒരു ഗിറ്റാർ വാങ്ങി തന്നു. Yeah, my school is first shift. 12 o'clock it will be over. 7 to 12. എൻ്റെ സ്കൂള് ആദ്യത്തെ ഷിഫ്റ്റിലാണ്. അത് 7 മണി മുതൽ 12 വരെ ഉള്ളതായിരുന്നു. Afternoon, what you will do? ഉച്ചകഴിഞ്ഞ് എന്ത് ചെയ്യും? I finish my lunch. ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് And take the guitar. ഗിറ്റാർ എടുത്ത് Sing songs. പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും. Many, many songs. പല പല പാട്ടുകൾ. Till I become tired. ഞാൻ ക്ഷീണിക്കുന്നത് വരെ. Then I do my maths and some studies. അതിനുശേഷം ഞാൻ എൻ്റെ കണക്കിന്റെയോ പഠനങ്ങളൊക്കെ തുടരും. And I had the habit of reading good spiritual magazines. അത് മാത്രമല്ല നല്ല ആത്മീയ മാസികകൾ വായിക്കുന്നത് ശീലം എനിക്കുണ്ടായിരുന്നു. Yeah, that protects you. അത് നിങ്ങളെ സംരക്ഷിക്കും. Yeah, I will read and read it. ഞാനത് വായിച്ചുകൊണ്ടേയിരിക്കും. Every month look forward to such magazines. അങ്ങനെയുള്ള മാസികകൾക്ക് വേണ്ടി ഓരോ മാസവും ഞാൻ കാത്തിരിക്കും. Why all these things? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം? So that you can guard your mind. നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കേണ്ടതിന്. Yeah. In Peter there's a verse, no, guard up your mind. പത്രോസിൽ എൻ്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ മനസ്സിനെ മതിൽ കെട്ടി സൂക്ഷിക്കുക എന്ന്. Yeah, that means putting a belt. അത് ഒരു ബെൽറ്റ് ഇടുന്നത് പോലെയാണ്. I've seen in some children's performance in the stage. ഞാൻ ചില കുട്ടികളുടെ പെർഫോമൻസുകൾ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. The parents would not have or the teachers would not have put the correct belt size belt and all. അവിടെ അധ്യാപകർ കൃത്യം സൈസിലുള്ള ബെൽറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. And when they were dancing and all, it will fall down. അവര് ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അത് താഴെ വീഴും. Poor small children, how much embarrassment they face. പാവം ചെറിയ കുഞ്ഞുങ്ങൾ എത്ര ലജ്ജ അവർക്കുണ്ടാവും. It's not their mistake. അത് അവരുടെ തെറ്റല്ല. Then they will pull it. അതിനുശേഷം അവരത് വീണ്ടും താഴ്ത്തു പോകും. Again pull it. വീണ്ടും വലിച്ചു കയറ്റും. Same thing happens in our mind. ഇതും നമ്മുടെ മനസ്സിലും സംഭവിക്കും. Why your mind falls, the pant or belt, it falls down, the protection falls down? നമ്മുടെ മനസ്സിന്റെ സംരക്ഷണം ആ പാന്റ് ബെൽറ്റ് താഴെ പോകുന്നത് എന്തുകൊണ്ടാണ്? Because you have not tightened it. കാരണം അതിനെ മുറുക്കിയിട്ടില്ല. Simple thing, tighten your belt, that's all, it stands. അത് ബെൽറ്റ് മുറുക്കി വെക്കുക, അത് അത്രേ ഉള്ളൂ, അത് നിന്നുകൊള്ളും. How much careful we are with our external pant and dresses. നമ്മുടെ പുറമേ ഉള്ള വസ്ത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ എത്ര ശ്രദ്ധയുള്ളവരാണ്. What about the dress for your mind, protection for your mind? മനസ്സിന്റെ വസ്ത്രം, അതിന്റെ സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ്? Yeah, we have to pray, Lord, give me the heavenly wisdom to our mind. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ സ്വർഗീയ ജ്ഞാനം എൻ്റെ മനസ്സിന് തരണമേ എന്ന്. You read James 3:17. യാക്കോബ് 3:17 നാം വായിക്കുന്നു. When this wisdom comes and floods your mind. ഈ ഒരു വ്യവസ്ഥിതി വന്ന് നമ്മുടെ മനസ്സിനെ
മനസ്സിൽ നിറയാൻ ശ്രമിക്കുമ്പോൾ No need to go to Gaya and sit under Bodhi tree അവിടെ to get heavenly wisdom. ഗയയിൽ പോയി ബോധിമരത്തിന്റെ ചോട്ടിൽ ധ്യാനിക്കേണ്ട കാര്യമില്ല സ്വർഗീയ ജ്ഞാനം ലഭിക്കുവാൻ. No, when I was tempted in my college days, ഞാൻ എന്റെ കോളേജ് ദിവസങ്ങളിൽ പ്രലോഭിപ്പിക്കപ്പെട്ടപ്പോൾ I was so much discouraged. ഞാൻ വളരെ നിരുത്സാഹപ്പെട്ടിരുന്നു. My thoughts became impure. I am battling. എന്റെ ചിന്തകൾ അശുദ്ധമായി തീർന്നു. ഞാൻ പോരാടുകയായിരുന്നു. Then what I did was I took a Bible ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബൈബിൾ എടുത്തു, and a bag. ഒരു ബാഗും എടുത്തു. I thought I'll go to a mountain. ഞാനൊരു പർവ്വതത്തിങ്കൽ പോകാമെന്ന് ചിന്തിച്ചു. I took a bus and got down the last terminus. ഞാൻ ബസ് പിടിച്ച് അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പിൽ പോയി. Some dry mountain. ഏതോ ഒരു മല. I started climbing ഞാൻ അതിന്റെ മുകളിൽ കയറാൻ തുടങ്ങി. and sat on a rock. അതിന്റെ ഒരു പാറയുടെ മേളിൽ ഇരുന്നു. I thought I can have an experience like Mount of Transfiguration. എനിക്ക് മറുരൂപ മലയുടെ ആ ഒരു അനുഭവം ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. But mind is with you only. എന്നാൽ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെയല്ലേ? Same thoughts came there. അതേ ചിന്ത അവിടെയും വെച്ചും വന്നു. I started reading the Bible. ഞാൻ ബൈബിൾ വായിക്കാൻ I തുടങ്ങി. thought I'll complete 119 Psalms. ഞാൻ 118-ാമത്തെ സങ്കീർത്തനം തീർക്കാമെന്ന് ചിന്തിച്ചു. I read and read and read, ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. but no spirit, no encouragement, no enthusiasm. എന്നാൽ അവിടെ ഒരു ആത്മാവില്ല, ഒരു ഉത്സാഹമില്ല, I felt very, സന്തോഷമില്ല. I felt very dry. ഞാൻ വളരെ വരണ്ടതായിട്ട് അനുഭവപ്പെട്ടു. But anyhow, I learnt a lesson. എന്നാൽ ഞാൻ അവിടെ ഒരു പാഠം പഠിച്ചു. It's not the place or other things. അത് ആ സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഒന്നും See, അല്ല. if you are disturbed in a particular place, then you can go to some place where you are not disturbed. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകാം. You can receive the wisdom from above through the word of God. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ See, കഴിയും. Bible is called logos. ബൈബിളിനെ ലോഗോസ് എന്നാണ് പറയുന്നത്. Yeah, every one of us, we have Bibles. നമുക്ക് എല്ലാവർക്കും ബൈബിളുകളുണ്ട്. Bible in many versions. പല വെർഷനുകൾ ബൈബിൾ. I know one young sister, Betty. എനിക്കൊരു ചെറുപ്പക്കാരിയായ സഹോദരി അറിയാം, ബെറ്റി. When she reads the Bible, അവൾ ഒരു ബൈബിൾ വായിക്കുമ്പോൾ she gets beatings from her mother. അവളുടെ അമ്മയിൽ നിന്നും അവൾക്ക് അടികൊള്ളുമായിരുന്നു. Yeah, don't read the Bible. അവര് പറയും ബൈബിൾ വായിക്കരുത്. Beat heavily with stick. She's a B graduate and finished her studies. അവള് ഒരു ബി പഠിച്ച് പൂർത്തിയാക്കിയവളാണ്. അവളെ വലിയ വടി വെച്ച് അടിക്കുമായിരുന്നു. Because they belong to Orthodox family. അവര് ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നുള്ള. They don't allow people to read the Bible. അവര് ബൈബിൾ വായിക്കുവാനായിട്ട് ആളുകളെ അനുവദിച്ചിരുന്നില്ല. So she used to get beatings and mother tore the Bible and put it in the fire. അവൾക്ക് അടികൾ ലഭിക്കുമായിരുന്നു. അമ്മ ബൈബിൾ കീറി അത് തീയിലിട്ട് ഇട്ടിരുന്നു. She was longing, where will I get the opportunity to read the Bible? അവള് വാഞ്ചയോടെ ആയിരുന്നു, എവിടെയാണ് എനിക്ക് ബൈബിൾ വായിക്കാനുള്ള അവസരം ലഭിക്കുക എന്ന്. Yeah, beatings and scoldings and persecution. അടിയും വഴക്ക് പറയുന്നതും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. And now she got a job. ഇപ്പോൾ അവൾക്ക് ഒരു ജോലി ലഭിച്ചു. She has the Bible in her office. അവളുടെ ഓഫീസിൽ അവൾക്ക് ബൈബിൾ ഉണ്ട്. Finish every Bible reading on the Bible, and she will go as late as possible to the home. അവൾ ആ ബൈബിൾ ഓഫീസിൽ വെച്ച് വായിച്ച് എത്രമാത്രം വായിക്കാമോ അത്രയും വായിച്ചിട്ട് കഴിയുന്നിടത്തോളം വൈകി വീട്ടിൽ പോകും. She longs for fellowship. ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് വേണ്ടി അവൾ വാഞ്ചിക്കുന്നു. She was sincerely asking me, എന്നോട് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയായിരുന്നു, brother, in your country, please get me the sweeping job. I want to attend the church. സഹോദര, നിന്റെ രാജ്യത്ത് എനിക്ക് അടിച്ചു വാരുന്ന ജോലി എങ്കിലും മതി, എനിക്ക് ചർച്ച് അറ്റൻഡ് ചെയ്യണം. Yeah, Jesus says, യേശു പറയുന്നു, Queen of Sheba will condemn you on the day of judgment, because here greater than Solomon is here. Yeah, we read Matthew chapter 11. നാം മത്തായി 11 വായിക്കുന്നു. Matthew chapter 11. മത്തായി 11. Sorry. Jesus is telling യേശു പറയുകയാണ് about chapter 12 12-ാം അധ്യായത്തിൽ and verse 42. 42-ാം വാക്യം. Matthew chapter 12 and verse 42. മത്തായി 12:42 വാക്യം. Yeah, it is not only Queen of Sheba. ശേബ രാജ്ഞി മാത്രമല്ല, Queen of Sheba of south will rise up with this generation at the judgment and will condemn it, because she came from the ends of the earth to hear the wisdom of Solomon, and behold, something greater than Solomon is here.
തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇതാ ശലോമോനിൽ നിന്നും വലിയവൻ. Some words of wisdom, maybe some parts of Proverbs she wanted to hear. She came all the way from other country. ചില ജ്ഞാനത്തിന്റെ വാക്കുകൾ അത് ഒരുപക്ഷെ സദൃശവാക്യത്തിലെ ചില കാര്യങ്ങളായിരിക്കാം. അത് കേൾക്കുവാൻ ദൂരെ രാജ്യത്ത് നിന്ന് അവൾ വന്നു. See, it is not easy for the queens to come out of the palace because it's so comfortable. രാജ്ഞിമാർക്ക് കൊട്ടാരത്തിൽ നിന്നും പുറത്തു വരുവാൻ വളരെ പ്രയാസമാണ്. കാരണം കൊട്ടാരത്തിൽ വളരെ സുഖസൗകര്യങ്ങളുണ്ട്. But she decided to leave the comfort. എന്നാൽ അവൾ ആ സുഖസൗകര്യങ്ങളെല്ലാം വിട്ട് പുറത്തു വരുവാൻ It തീരുമാനിച്ചു. is not easy to do the journey in the desert with the hot sun on the camel. ഈ യാത്ര മരുഭൂമിയിലൂടെ ചൂട് വെയിലത്ത് ഒട്ടകപ്പുറത്ത് വരുന്നത് വളരെ പ്രയാസമുള്ള It's കാര്യമായിരുന്നു. not a journey like HA1 class in the train. അത് ട്രെയിനിലുള്ള HA1 ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയൊന്നുമല്ല. And walking. I don't know how many days or months it took just to listen to the words of wisdom. നടന്ന് അത് എത്ര മാസങ്ങളോ ദിവസങ്ങളോ എടുത്തെന്ന് എനിക്കറിയില്ല ഈ ഒരു ജ്ഞാനത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി. Jesus appreciates that. യേശു അതിനെ അഭിനന്ദിച്ചു. We went to a place called Intoto. ഞങ്ങൾ ഇൻഡോട്ടോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിരുന്നു. Yeah, one of the brothers from Bahrain also were with us. ബഹ്റിനിൽ നിന്നുള്ള ഒരു സഹോദരൻ ഞങ്ങളോട് ഉണ്ടായിരുന്നു. And we saw the palace of the king and exhibition. അവിടെ ഒരു എക്സിബിഷന് രാജാവിന്റെ കൊട്ടാരമൊക്കെ നമ്മൾ കണ്ടിരുന്നു. Lot of gold articles were there. ധാരാളം സ്വർണം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. And we asked them, what is it? എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചു. അത് These are all the gifts given by Solomon to the queen of Sheba. ഇതൊക്കെ ശലോമോന് ശേബ രാജ്ഞി കൊടുത്ത സമ്മാനങ്ങളായിരുന്നു. They are all preserved there. അതെല്ലാം അവിടെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു. And in that country, some parts of the Ark of Covenant are preserved. ആ രാജ്യത്ത് നിയമപെട്ടകത്തിന്റെയും ചില ഭാഗങ്ങൾ അവിടെ സംരക്ഷിച്ചു And വെച്ചിട്ടുണ്ട്. because of the influence of Queen of Sheba, these Ark of the Covenant parts were brought to that country and preserved there. ശേബ രാജ്ഞിയുടെ സ്വാധീനം മൂലം അതിന്റെ ഭാഗങ്ങൾ അവിടെ കൊണ്ടുവരികയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. Now, how much wisdom we have. Queen of Sheba, if she had a Bible, she would not have gone to meet Solomon. എത്ര ജ്ഞാനം ഇപ്പോൾ ഉണ്ട്. ശേബ രാജ്ഞിക്ക് അന്ന് ഒരു ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ ശലോമോനെ തേടി പോകേണ്ടതില്ലായിരുന്നു. Can we receive the wisdom from above through the word of God? നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഈ ദൈവവചനത്തിലൂടെ ലഭിക്കുവാൻ കഴിയുമോ? Bible says, Jesus says in John chapter 6, my words are spirit and life. യേശു യോഹന്നാൻ 6 പറയുന്നത് എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. When this word combined with the Holy Spirit, when he gives to you, it becomes your rhema. ഈ വാക്യം പരിശുദ്ധാത്മാവിലൂടെ വരുമ്പോൾ അവൻ നിങ്ങൾക്കത് നൽകുമ്പോൾ അത് റേമയായി That തീരും. is very specific to your need at that time. അത് നിങ്ങളുടെ പ്രത്യേക ആവശ്യത്തിന് ഉതകുന്നതായി ആയിരിക്കും. You are coming to my house, you are feeling very hungry. നിങ്ങൾ എന്റെ വീട്ടിൽ വരികയാണ്, നിങ്ങൾക്ക് വളരെ വിശപ്പുണ്ട്. I have bags of rice in my home, raw rice. എനിക്ക് ചാക്ക് കണക്കിന് അരി അവിടെ എന്റെ വീട്ടിലുണ്ട്. You feel, oh, you are so happy. നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. But can you eat that raw rice and fill your stomach? എന്നാൽ ആ അരി, പുഴുങ്ങാത്ത അരി നിങ്ങൾക്ക് തിന്ന് നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ കഴിയുമോ? No, you can't eat and fill your stomach. നിങ്ങൾക്ക് അത് വയറ് നിറച്ച് കഴിക്കാൻ It has കഴിയില്ല. got carbohydrate, it has got all the minerals, everything, but it will not quench your hunger. അതിൽ കാർബോഹൈഡ്രേറ്റും ആവശ്യമായ പോഷകങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് നിങ്ങളുടെ വിശപ്പടക്കാൻ കഴിയില്ല. What should be done? എന്താണ് ചെയ്യേണ്ടത്? You have to supply heat. അത് ചൂടാക്കണം, You have to boil it. അതിനെ തിളപ്പിക്കണം. Then it becomes cooked rice. അങ്ങനെ വരുമ്പോൾ അത് ചോറായി തീരും. A small quantity. അത് ചെറിയ ക്വാണ്ടിറ്റി മതി. You are not going to ask them, please boil the entire bag of rice. നിങ്ങൾ അവരോട് ആ ചാക്ക് അരി മുഴുവൻ വേവിക്കാൻ പറയില്ല. I have a small stomach എനിക്ക് ചെറിയൊരു വയറാണുള്ളത്, and give me a small amount of rice. എനിക്ക് ചെറിയൊരു അളവ് അരി ചോറ് തരിക. And you take it and you are satisfied. അത് നിങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് That's what തൃപ്തിയാവുന്നു. the Spirit is doing to you. അങ്ങനെയാണ് ആത്മാവ് കാര്യങ്ങൾ ചെയ്യുന്നത്. Read as many verses as possible. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം വാക്യങ്ങൾ വായിക്കുക. I'll tell you, when you are young, you can read more and more the word of God. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അധികം ദൈവവചനം വായിക്കുവാൻ When you കഴിയും. get married, നിങ്ങൾ വിവാഹം when you get a job,
നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കും. your responsibilities increase. ആ ഉത്തരവാദിത്തങ്ങൾ കൂടി വരും. May find difficult to find lots of time. അങ്ങനെ വരുമ്പോൾ സമയം കൂടുതലായിട്ട് ലഭിക്കുന്നത് പ്രയാസമായി തീരും. That's why when you are young, when you are in school days, you have lot of time, no responsibility. അത് As much as possible, you gain അതുകൊണ്ടാണ് read നിങ്ങൾ the word of God. ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം സമയം ലഭിക്കും. ഉത്തരവാദിത്തങ്ങൾ കുറവായതുകൊണ്ട് അത് ബൈബിൾ വായിക്കുവാൻ ധാരാളം സമയം It's ലഭിക്കും. like Joseph during the fertile time, he started gathering the grains. യോസെഫ് ആ സമൃദ്ധിയുടെ സമയത്ത് ആ ധാന്യം കൂട്ടിവെക്കാനായിട്ട് ആരംഭിച്ചതുപോലെ Then at the time of need, the Holy Spirit will take exactly a particular verse which you have read already, and it is cooked in the Holy Spirit fire, and it will be able to meet your need. എന്ന് അതിനുശേഷം അത് നിങ്ങളുടെ കൃത്യ ആവശ്യത്തിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് അതെടുത്ത് അതിനെ തന്റെ അഗ്നിയാൽ അതിനെ വേവിച്ച് നമ്മുടെ ആവശ്യം ഉതകുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് തരും. Jesus experienced that. യേശു അത് അത് Because in Luke chapter അനുഭവിച്ചു. 2, he read lot of scriptures. At the time of temptation, the Holy Spirit brought the verses from Deuteronomy chapter 8, and Jesus said, man shall not live by bread alone, but by every word that proceeds from the mouth of God. യേശുവിന്റെ പരീക്ഷയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് പല കൃത്യവാക്യങ്ങൾ ഓർമ്മിപ്പിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. So James 3:17, the wisdom from above, when it floods your mind will be pure. യാക്കോബ് 3:17 ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും. Full of mercy. You will have a mercy. അത് കരുണ നിറഞ്ഞതായിരിക്കും. And you will not have hypocrisy. അവിടെ നിങ്ങൾക്ക് you will become gentle. നിങ്ങൾ ശാന്തതയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമായി. The first thing, what is written there? അതിൽ ആദ്യം എഴുതിയിരിക്കുന്ന കാര്യം എന്താണ്? In my Bible it is read, from above is first pure. എന്റെ ബൈബിളിലും എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലം. Lord, make mind pure. കർത്താവേ എന്റെ മനസ്സ് ശുദ്ധമാക്കണമേ. And Philippians chapter 2 and verse 52. Sorry, Philippians chapter 2 and verse 5. ഫിലിപ്പർ 2:5. Let this mind be in you which was in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള ഇതേ മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Another mind which we need is നിങ്ങൾക്ക് ആവശ്യമായ മറ്റൊരു മനസ്സ് a mind of humility. താഴ്മയുടെ മനസ്സാണ്. That was the attitude which was in Christ Jesus. അത് ക്രിസ്തുയേശുവിൽ ഉണ്ടായിരുന്ന ആ മനോഭാവമാണ്. He never thought it robbery to be equal with God. താൻ ഒരിക്കലും തന്നെ ദൈവത്തിന് തുല്യനാക്കിയില്ല. So I don't have any competition against anybody. എനിക്ക് ഒരു വ്യക്തിയുമായിട്ടും ഒരു മത്സരവും ഉണ്ടായിരിക്കില്ല. No drive to prove that I am worthy for this position. ഈ സ്ഥാനത്തിന് ഞാൻ യോഗ്യനാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമില്ല. No insecurity. ഒരു അരക്ഷിതാവസ്ഥയുമില്ല. I am secure in God. ഞാൻ കർത്താവിൽ സുരക്ഷിതനാണ്. I am happy in how God has made me. ഞാൻ കർത്താവ് എങ്ങനെ എന്നെ ഉണ്ടാക്കിയോ അതിൽ ഞാൻ സന്തുഷ്ടനാണ്. I don't spend lot of money on cosmetics to make me as a different person. സൗന്ദര്യവസ്തുമായ വസ്തുക്കളിൽ ഞാൻ അധികം പണം ചെലവഴിക്കില്ല വ്യത്യാസമുള്ള വ്യക്തിയായിട്ട് തോന്നിപ്പിക്കുവാൻ Why വേണ്ടി. do we spend lot of money on dresses? It is to impress others. നിങ്ങൾ വസ്ത്രത്തിൽ ഒത്തിരി പണവും ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനാണ്. Yeah, we think God has made a mistake, slightly has reduced, and we have to compensate that, and we have to compliment that. നാം ചിന്തിക്കുന്നത് ദൈവം ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, നമ്മളുടെ കാര്യങ്ങൾ കുറച്ചിരിക്കുന്നു, അതിനെ നാം ശരിയാക്കണം എന്ന രീതിയിൽ. So I told you, for mental well-being, don't feed with bad things, pornography on your mobile. Flee. That's what the Bible says. മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് നാം പറഞ്ഞു. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കരുത്. മൊബൈലിന്റെ കാര്യത്തിലും ഒക്കെ ബൈബിൾ പറയുന്നത് വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. There was one college classroom. ഒരു കോളേജിലെ ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. And the madam who was teaching, the professor, she challenged the students. അവിടെ പഠിപ്പിക്കുന്ന മാഡം പ്രൊഫസർ അവര് കുട്ടികളെ ഇങ്ങനെ വെല്ലുവിളിച്ചു. Who all are bold to keep your mobile without locking it, without any password, so that I can see?
നിങ്ങൾ ആർക്കൊക്കെ ധൈര്യമുണ്ട് അത് നിങ്ങളുടെ മൊബൈൽ ലോക്ക് ചെയ്യാതെ എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് വെക്കാനായിട്ട് ആർക്കൊക്കെ ധൈര്യമുണ്ടെന്ന്? Suppose I ask all of you, I don't know how many mobiles will come here. നിങ്ങളോട് ഞാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എത്ര പേര് അത് അത് മുമ്പോട്ട് വരും? You know, in that class, one boy came, Madam, it is not having any lock or password. You can see anything. And one mobile came forward. ആ ക്ലാസ്സിൽ ഒരു ആൺകുട്ടി വന്നു, മാഡം നിങ്ങൾ എൻ്റെ ഫോണിൽ ലോക്കില്ല, പാസ്വേഡ് ഇല്ല, നിങ്ങൾക്ക് അത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. He is from our church, where I and Santosh Mathi, we were there for quite some years. അദ്ദേഹം ഞങ്ങളുടെ സഭയിൽ നിന്നുള്ള കുട്ടിയാണ്. ഞാനും സന്തോഷ് മാത്യു ബ്രദറും ചില വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. He says, my mind is pure, my mobile is also pure. അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സ് ശുദ്ധിയുള്ളതാണ്, എന്റെ മൊബൈലിലും ശുദ്ധിയുള്ളതാണ്. Yeah, I don't have any contacts which has to be hidden from others. മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കപ്പെടേണ്ട ഒരു കോണ്ടാക്റ്റും എനിക്കില്ല. I don't have to delete anything before giving to others. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതുമായിട്ടുമില്ല. So I told you, James 3:17, wisdom from above. That is the word of God, which you have fill as much as possible, and that will saturate your mind. അതാണ് ഞാൻ പറഞ്ഞത്, യാക്കോബ് 3:17 ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറച്ച് അത് മുഴുവൻ അതുകൊണ്ട് നിറയ്ക്കണം. Second is you depend on the Holy Spirit, because Holy Spirit will teach you everything. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാത്തിലും പഠിപ്പിക്കും. And a humble mind. താഴ്മയുള്ള ഒരു മനസ്സ്. I don't want have any competition with anybody. എനിക്ക് ആരുമായിട്ടും ഒരു മത്സര ബുദ്ധിയില്ല. Another way how your heart and mind can be protected. മറ്റൊരു രീതിയിൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും സംരക്ഷിക്കപ്പെടുവാൻ. Same Philippians chapter 4 and verse 6. അതെ, ഫിലിപ്പിയർ 4:6 വാക്യം. Be anxious for nothing, but in everything by prayer and supplication with thanksgiving, let your requests be made known to God, and the peace of God, which surpasses all comprehension, will guard your hearts and your minds in Christ Jesus. എന്നാൽ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. When I finished my college, ഞാൻ എൻ്റെ കോളേജ് തീർന്ന്, I know it will take 3 or 4 months for me to get settled in a job. എനിക്കറിയാമായിരുന്നു എനിക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് 3-4 മാസം എടുക്കുമെന്ന്. So I don't want to be idle. ഞാൻ അലസനായിരിക്കാൻ ആഗ്രഹിച്ചില്ല. I went to schools. ഞാൻ സ്കൂളുകളിൽ പോകുമായിരുന്നു. I took that guitar. ഒരു ഗിറ്റാറും എടുത്തുകൊണ്ട്. Guitar gave me entry. ആ ഗിറ്റാർ എനിക്ക് ആ സ്കൂളിലുള്ള പ്രവേശനം തന്നു. Yeah, and during the interval time, I will stand in one corner and I will start singing. ആ സ്കൂളിലെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഒരു ഗിറ്റാർ എടുത്തുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി. And some students who they thought might be is going to sing some cinema songs or something, they will gather. ചില കുട്ടികൾ ഞാൻ ഏതെങ്കിലും സിനിമ പാട്ടൊക്കെ പാടുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ എൻ്റെ ചുറ്റും കൂടും. Something attracted them. ചിലതൊക്കെ അവരെ ആകർഷിച്ചു. Then I will sing a song, gospel song. ഞാൻ ഒരു സുവിശേഷത്തിന്റെ പാട്ട് പാടും. Explain the meaning of the song. ആ പാട്ടിന്റെ അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുക്കും. Share the gospel. അവരോട് സുവിശേഷം പങ്കുവയ്ക്കും. 5 minutes or 10 minutes. ചില നിമിഷങ്ങൾ, മിനിറ്റുകൾ, 5-10 മിനിറ്റുകൾ. And tell them, if any of you want to have this life, please give me your address. I will collect 3 or 4 addresses. അതിനുശേഷം ഞാൻ പറയും, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ് എനിക്ക് തരിക, ഞാൻ 3-4 അഡ്രസ് അവിടുന്ന് എടുക്കും. Like that I went to more than nearly 15 schools in Nagarkoil and near Madurai, Trichy. അങ്ങനെ ഞാൻ ഏകദേശം 15-ഓളം സ്കൂളുകളിൽ പോയി. നാഗർകോവിലും മധുരയിലും ട്രിച്ചിയിലും ഒക്കെ അടുത്തുള്ള സ്കൂളുകളിൽ. Some hostels I'll go to the roof in the night. ചില ഹോസ്റ്റലുകളുടെ ഗവൺമെന്റ് ഹോസ്റ്റലുകളുടെ മുകളിൽ പോകുമായിരുന്നു. And sing songs. അവിടെ പോയി പാട്ടുകൾ പാടും. 5 or 6 students will come. 5-6 കുട്ടികൾ വരും. Some Christian students know it's a Christian tune, so they will also come. ചില ക്രിസ്തീയ വിദ്യാർത്ഥികൾക്ക് ഇത് ക്രിസ്തീയ ഒരു ഈണമാണെന്ന് കേട്ട് അവർ വരും. Collect the names. അവരുടെയൊക്കെ came home. അവരുടെ അഡ്രസ് ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വരും. I got a big notebook. എനിക്കൊരു വലിയൊരു നോട്ട്ബുക്ക് I ഉണ്ടായിരുന്നു. wrote their names and addresses. അവരുടെ പേരുകളും അഡ്രസ്സുകളും അതിൽ എഴുതും. And afternoon time I'll go to God. വൈകുന്നേരം ഞാൻ കർത്താവിലേക്ക്. Every person by name and his family
I used to pray, Lord, let them come to you. Lord, strengthen them. ഓരോ വ്യക്തിയുടെയും പേര് വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ അവര് അങ്ങയിലേക്ക് വരണം എന്ന്. I start writing letters to them അവർക്ക് ഞാൻ എഴുത്തുകൾ എഴുതാൻ തുടങ്ങി. about salvation, രക്ഷയെക്കുറിച്ച്, about baptism, സ്നാനത്തെക്കുറിച്ച്, about reading the Bible. ദൈവവചനം വായിക്കുന്നതിനെ കുറിച്ച്. And I don't know how the 3 months went on. ആ 3 മാസങ്ങൾ എങ്ങനെ പോയെന്ന് എനിക്ക് അറിയില്ല. Then when I got an order, അതിനുശേഷം എനിക്കൊരു ഓർഡർ ലഭിച്ചു. I was very much hesitant to join the job ആ ജോലിയിൽ ചേരുവാൻ എനിക്ക് വളരെ because this work വൈമനസ്യമായി. really gave me so much joy. കാരണം ഈ കാര്യം എനിക്ക് വളരെ സന്തോഷം നൽകിയിരുന്നു. Yeah. So prayer and supplication. പ്രാർത്ഥനയും അപേക്ഷയും. Somebody feels that I'm not able to love others. ആർക്കെങ്കിലും എനിക്ക് മറ്റാരെ സ്നേഹിക്കാൻ കഴിയുമെന്നല്ലെങ്കിൽ Get their തോന്നുന്നെങ്കിൽ names, get their family details, pray for them. അവരുടെ പേരും അവരുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Yeah, God will pour out His love in your heart when you take this step. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ ദൈവം തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരും. So Bible says when you offer prayer and supplications with thanksgiving, He will protect your heart and mind. ബൈബിൾ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയോടും അപേക്ഷയോടും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ തന്റെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ The നിറയ്ക്കും. peace of God protects your mind from all evils. ദൈവ സമാധാനം നിങ്ങളുടെ മനസ്സിനെ എല്ലാ തിന്മയിൽ നിന്നും വിടുവിക്കും. You will never need to go to a doctor for depression. നിങ്ങൾക്ക് ഡിപ്രഷൻ, ദുഃഖത്തിന്റെ ആയിട്ടുള്ള നിരാശയുടെ പേരിൽ ഒരു ഡോക്ടറിനെ കാണേണ്ടതില്ല. Yeah. I was telling you about one sister. ഞാനൊരു സഹോദരിയെ കുറിച്ച് പറയുകയായിരുന്നല്ലോ. She lost her mental wellness. അവള് തന്റെ മാനസിക ആരോഗ്യം അവൾക്ക് നശിച്ചുപോയെന്ന്. Think of the children suffering. കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അവരും വളരെയധികം കഷ്ടം അനുഭവിക്കുന്നു. Once I came to know that she has taken the knife, I told him, admit somewhere. അവൾ കത്തിയെടുത്തെന്ന് കേട്ടപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, അവളെ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്യുക. Otherwise, it will go to some extent. We don't know. Then she has to be in the prison. അതല്ലെങ്കിൽ അത് ഏതെങ്കിലും വളരെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ ജയിലിൽ വരെ പോകേണ്ടി വരും. The church where I grew, ഞാൻ വളർന്നു വന്ന സഭയിൽ Sunday class teacher, അവിടെ സൺഡേ ക്ലാസ് ടീച്ചർ, her husband used to do all the PA system and all electrical work. He's a very sincere man. അവരുടെ ഭർത്താവ് പി എ മൈക്കിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്തിരുന്ന വളരെ സിൻസിയർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. Somehow that sister got some problem in the mind. എങ്ങനെയോ ആ Lost സഹോദരിക്ക് the mental wellness. അവളുടെ ബുദ്ധി, മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടു. She started suspecting him. അവൾ സംശയിക്കുവാൻ തുടങ്ങി. And no peace in the home. അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല. They have one son and one daughter. അവർക്ക് ഒരു മകനും മകളുമുണ്ട്. No, in the church they have a rule. They have to wear white saree. ആ സഭയിൽ ഒരു നിയമമുണ്ട്, അവര് വെള്ള സാരി ഉടുക്കണമെന്ന്. She is very sincere. Not even a single Sunday she will come in color dress, white and white. അവൾ വളരെ ആത്മാർത്ഥതയോടെ ഒരു ഞായറാഴ്ച പോലും വെള്ളവസ്ത്രം അല്ലാതെ വരികയില്ല. One day we heard a news. ഒരു ദിവസം ഒരു വാർത്ത ഞാൻ കേട്ടു. She has stabbed her husband and killed her. അവൾ അവളുടെ ഭർത്താവിനെ കുത്തി കൊന്നു. Pentecostal church, പെന്തക്കോസ്ത് സഭയിൽ Sunday school teacher. സൺഡേ സ്കൂൾ ടീച്ചർ. What went wrong? എന്താണ് തെറ്റിപ്പോയത്? She's put behind the prison. അവളെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. I was a small boy. ഞാനൊരു Maybe I was studying 7th or 8th standard. ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുകയായിരുന്നു. Only recently she was released from the prison. ഈ അടുത്ത് മാത്രമാണ് അവളെ ജയിലിൽ നിന്ന് പുറത്തു വിട്ടത്. Children lost their father and mother was in prison. കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടു, അമ്മ ജയിലിലുമാണ്. We were in a small township. ഞങ്ങൾ ചെറിയൊരു ടൗണിലായിരുന്നു. And anybody gets into the bus with the white saree, they'll say, oh, murderous gang has entered, be careful. അവിടെ ആരെങ്കിലും വെള്ള സാരി എടുത്ത് ബസ്സിൽ കയറുമ്പോൾ അവിടെ കൊലയാളി കൂട്ടം വന്നിരിക്കുന്നു, ശ്രദ്ധയോടെ ആയിരിക്കുക എന്ന് പറയും. What a disgrace. എത്രമാത്രം അപമാനം. It all starts with unguarded mind. ഇതെല്ലാം തുടങ്ങിയത് സംരക്ഷിക്കപ്പെടാത്ത മനസ്സിലൂടെ. Devil wants to have space in your mind. പിശാച് നിങ്ങളുടെ മനസ്സിൽ ഇടം ലഭിക്കുവാൻ He wants to enter through something ഇതിൽ എങ്ങനെയെങ്കിലും അകത്ത് പ്രവേശിക്കാൻ that you identify and be radical in preventing it. നിങ്ങൾ അത് കണ്ടുപിടിച്ച് അതിനെ തടയണം. Yeah, don't get addicted to. അതിന് അടിമയായി പോകരുത്. Initially it will be very pleasant. ആദ്യമൊക്കെ അത് വളരെ സന്തോഷം നൽകുന്നത് തോന്നും. Some people have fear. ചില ആളുകൾക്ക് ഭയമാണ്. Yeah, any situation, fear grips them.
പല സാഹചര്യങ്ങളിലും പേടി അവരെ പിടിച്ചു അടക്കുന്നു. What's the solution? എന്താണ് അതിന്റെ Maybe you're afraid of your future ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമായിരിക്കാം, or afraid of what will happen to my job. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഭയമായിരിക്കാം. Yeah, we read 2 Timothy chapter 1 and verse 7. നാം 2 തിമോത്തിയോസ് 1:7 അധ്യായത്തിൽ 7 God has not given to us a spirit of fear, but of power and love and sound mind. ധീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. So we saw the first area, the wellness of mind well-being. നാം ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് കണ്ടു, മനസ്സിന്റെ ആരോഗ്യം. Another area where our mind can be distorted is through the value system. നമ്മുടെ മനസ്സിന് കോട്ടം സംഭവിക്കാവുന്ന മറ്റൊരു മേഖല നമ്മുടെ നമ്മൾ വില കൽപ്പിക്കുന്ന I used to tell this example. നമ്മുടെ മൂല്യബോധം. ഈ Mother and her child, they went to a supermarket. ഒരു പിതാവും കുഞ്ഞും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി. Parents, മാതാപിതാക്കളും കുഞ്ഞും കൂടെ. Mother was so much engrossed in kitchen items and other items, she started inspecting one after the other. അമ്മ ആ കിച്ചൺ അടുക്കള ഉപകരണങ്ങൾ മുഴുകി ആ കാര്യങ്ങൾ നോക്കുക. Father was so much engrossed in the electronic gadgets. പിതാവ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ പോയി മുഴുകാൻ തുടങ്ങി. The child got bored. കുഞ്ഞിന് ബോറടിച്ചു. So she went to one counter. അവൾ പോയി കൗണ്ടറിന്റെ അവിടെ പോയി, took a broomstick ഒരു ചൂലെടുത്തു and started seeing it. അത് നോക്കാൻ തുടങ്ങി. Very smart boy. വളരെ സമർത്ഥനായിട്ടുള്ള കുട്ടി. She removed the sticker. Price tag sticker. Code. Yeah. അതിന്റെ വില എഴുതിയിരിക്കുന്ന ആ സ്റ്റിക്കർ മാറ്റി. And the next was a pressure cooker. She pasted on that one. അതിന്റെ അടുത്തൊരു പ്രഷർ കുക്കർ ആയിരുന്നത്. ആ ചൂലിലെ സ്റ്റിക്കർ എടുത്ത് പ്രഷർ കുക്കർ കൊണ്ട് ഒട്ടിച്ചു. And that sticker she removed it and put it in the broomstick. ആ പ്രഷർ കുക്കറിന്റെ മുകളിലുണ്ടായിരുന്ന വിലയുടെ സ്റ്റിക്കർ എടുത്ത് ഈ ചൂലിൽ കൊണ്ട് ഒട്ടിച്ചു. Like that she was enjoying these things. She started doing it. അത് ചെയ്തുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ടിരുന്നു. Now in the counter, the person who puts the bill, ഇവിടെ കൗണ്ടറിൽ ആ ബില്ലടിക്കുന്ന വ്യക്തി, somebody brings a broomstick, ആരോ ഒരാൾ ഒരു ചൂലെടുത്തുകൊണ്ട് വരുന്നു, scans, സ്കാൻ ചെയ്യുമ്പോൾ 3,000 rupees. 3000 രൂപ. What happened? എന്ത് പറ്റി? കുക്കർ 90 rupees. 90 രൂപ. Didn't know what to do. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. He called the assistants who are in charge of pasting this price tag. ഈ വിലയുടെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിക്കുന്ന അസിസ്റ്റന്റുമാരെ ഒക്കെ വിളിച്ചു. Scolded them. What have you done? അവരെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? How can this broomstick cost 3,000 rupees? എങ്ങനെ ഈ ചൂലിന് 3000 രൂപയാകും? And how can this cooker be 90 rupees? കുക്കറിന് എങ്ങനെ 90 രൂപയാകും? Oh, he also scratched his head. അവരും തലയൊറിയാൻ തുടങ്ങി. He did not know. I did not do that. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെയല്ല ഞങ്ങൾ ചെയ്തത്. Then they observed this boy is doing that. അതിനുശേഷമാണ് അവർ കണ്ടുപിടിച്ചത് ഈ കുട്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Devil does the same thing. പിശാചും ഇതേ കാര്യം ചെയ്യുന്നു. Whatever is really valuable, he has removed the price tag and put it on the temporal things which are like broomstick. ശരിയായ രീതിയിൽ വിലയുള്ളതിന്റെ അവിടുന്ന് ആ വിലയുടെ സ്റ്റിക്കർ എടുത്തുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള വിലയില്ലാത്തതിന്റെ മുകളിൽ കൊണ്ട് ഒട്ടിക്കുന്നു. And all the people believe that value system. അങ്ങനെ ആ ഒരു മൂല്യ ബോധം ആളുകളിലേക്ക് വരുന്നു. What Christ does when we repent? നാം മാനസാന്തരപ്പെടുമ്പോൾ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? He takes us and seats us in the heavenly places. നമ്മെ എടുത്ത് സ്വർഗീയ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തുന്നു. We read that in the book of Ephesians. നാം അത് എഫേസ്യ ലേഖനത്തിൽ വായിക്കും. Colossians chapter 3, 1-3 you read. കൊലോസ്യ ലേഖനം 3 ആദ്യത്തെ 3 വാക്യങ്ങൾ നാം വായിക്കുന്നത്. Now spirit, we are with Christ in the heavenly places. നാം ആത്മാവിൽ ക്രിസ്തുവിൽ നാം സ്വർഗീയ സ്ഥലങ്ങളിലാണ്. So that you can have a heavenly point of view. അങ്ങനെ നാം സ്വർഗീയമായിട്ടുള്ള ഒരു വീക്ഷണം Our ഉണ്ടായിരിക്കണം. value system will be right. നമ്മുടെ മൂല്യബോധം ശരിയായിരിക്കേണ്ടത്. What is your value system? നിങ്ങളുടെ മൂല്യബോധം എന്താണ്? Again come to the word of God. വീണ്ടും ദൈവവചനത്തിലേക്ക് വരിക. All things which are seen are temporary. നാം കാണുന്നതെല്ലാം താൽക്കാലികമാണ്. The unseen are going to stand forever. കാണാത്തതാണ് നിത്യമായിട്ടുള്ളത്. Then his physical well-being. അതിനുശേഷം ഭൗതികമായിട്ടുള്ള ആരോഗ്യം. Personal well-being. വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യം. How are you in your personal life?
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ്? This body is given to us by God. By God. ഈ ശരീരം നമുക്ക് ദൈവമാണ് തന്നത്. This is not yours. ഇത് നിങ്ങളുടേതല്ല. This is called the temple of the Holy Spirit. ഇതിനെ പരിശുദ്ധാത്മാവിന്റെ ആലയം എന്നാണ് Are you വിളിക്കുന്നത്. taking care of it well, അതിനെ ശരിയായ രീതിയിലാണോ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? or are you putting all the junks and acid, this and that into this body? അതോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതും ജങ്കുകളും കൊണ്ട് നിറയ്ക്കുകയാണോ ഈ Are you ശരീരത്തിൽ? maintaining it very well? അതിനെ നിങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടോ? If your mind is pure, you will keep your body also pure. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ശരീരവും ശുദ്ധയായി നിങ്ങൾ Are you സൂക്ഷിക്കും. maintaining it very well? നിങ്ങൾ അത് ശരിയായ രീതിയിൽ പരിപാലിക്കുന്നുണ്ടോ? Taking healthy foods നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് and taking bath every day എല്ലാ ദിവസവും കുളിക്കുകയും and having good disciplined practices, നല്ല ആ, അച്ചടക്കത്തോടെയുള്ള രീതികൾ, and also keeping this body under your control. ഈ ശരീരത്തെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വെക്കുന്നത്. Yeah, sometimes I walk in the veranda. ചിലപ്പോൾ ഞാൻ വരാന്തയിലൂടെ നടക്കുമ്പോൾ You have a staircase here ഇവിടെ ഒരു ചവിട്ടുപടികളുണ്ട്, and you have a staircase there also. അവിടെയും ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. Somebody is coming ആരോ അവിടുന്ന് വരുന്നു. and your body says, നിന്റെ ശരീരം പറയുന്നു walk across. അവർക്ക് കുറുകെ നടന്നു പോവുക. The spirit says, എന്നാൽ ആത്മാവ് പറയുന്നു you can take these stairs. ഈ സ്റ്റെപ്പിലൂടെ നടക്കാമല്ലോ. What decision are you going to take? എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക്? Small things. ചെറിയ ചെറിയ കാര്യങ്ങൾ. Are you telling no to your body and dies? നിങ്ങളുടെ ശരീരത്തോട് നുണ പറഞ്ഞുകൊണ്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. I'll get out here. ഞാൻ ഇതിലെ ഇറങ്ങിക്കോളാം. Small things. How you are having exercising control on your body, your eyes, your ears. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കണ്ണുകളുടെയും നിങ്ങളുടെ ചെവികളുടെയും നിയന്ത്രണം ചെയ്യുന്നതിന്. You know what Jesus says about his body? ഈ ശരീരത്തെ കുറിച്ച് യേശു എന്താണ് പറയുന്നത് അറിയാമോ? How he maintained his body? യേശു തന്റെ ശരീരത്തെ എങ്ങനെയാണ് പരിപാലിച്ചത്? Hebrews chapter 10 and verse 5. എബ്രായ ലേഖനം 10:5 Hebrews chapter 10. എബ്രായർ 10:10 Yeah, verse 5. 5 Therefore, when he comes into the world, he says, sacrifice and offering you have not desired, but a body you have prepared for me. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. So he was always conscious, Lord, you have prepared this body for me. കർത്താവ് ഇക്കാര്യത്തിൽ എപ്പോഴും ബോധമുള്ളവനായിരുന്നു. കർത്താവെ, അങ്ങാണ് എനിക്ക് ഈ ശരീരം ഒരുക്കിയിരിക്കുന്നത്. If you have given this body, you have prepared this body, I want to do your will in this body. അങ്ങ് എനിക്ക് ഈ ശരീരം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ അങ്ങയുടെ ഇഷ്ടം എനിക്ക് ചെയ്യണം. 7th verse, behold, I have come to do your will. 7 ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി. Whenever you are tempted to commit sin, നിങ്ങൾ പാപം ചെയ്യുവാൻ വേണ്ടി പ്രലോഭിപ്പിക്കപ്പെടുമ്പോഴൊക്കെ your body, നിങ്ങൾ ശരീരത്തിൽ കൊണ്ട് പാപം you ചെയ്യുവാൻ tell like Jesus, യേശു പറഞ്ഞതുപോലെ പറയുക, Lord, you have prepared this body. കർത്താവെ, ഈ ശരീരം അങ്ങാണ് എനിക്ക് ഒരുക്കിയിരിക്കുന്നത്. You are putting your earpad in your ear. നീ എന്റെ ചെവിയിലുള്ള No, you are putting നിങ്ങൾ ചെവിയിൽ ഇയർപാഡ് വെക്കുന്നു. and you want to listen to some song. നിങ്ങൾ ചില പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. Maybe it's not a godly song. അത് ദൈവഭക്തിയുള്ള ഒരു പാട്ടായിരിക്കില്ല. Lord, this ear is given by you, Father. പിതാവേ, ഈ ചെവി അങ്ങാണ് എനിക്ക് തന്നത്. You have prepared it, Lord. അങ്ങാണ് അത് ഒരുക്കിയിരിക്കുന്നത്. കർത്താവേ, Let me hear what you would like to hear, Lord. അങ്ങ് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കേൾക്കട്ടെ. Or what you would approve, അങ്ങ് അംഗീകരിക്കുന്നതിന്, what you would be pleased. അങ്ങേക്ക് പ്രസാദമുള്ളതിന് Let me hear, Lord. അത് മാത്രം ഞാൻ കേൾക്കട്ടെ. Your eyes, എന്റെ കണ്ണുകൾ, let my eyes see only what you want my eyes to see, Lord. എന്റെ കണ്ണുകൾ, നീ എന്റെ കണ്ണുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രം കാണട്ടെ. Blessed are the pure in heart, for they shall see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Another reference to the body, ദൈവ Paul is telling. ശരീരത്തിന്റെ മറ്റൊരു പരിമാണത്തെ കുറിച്ച് പൗലോസ് പറയുന്നു. We read in Thessalonians, നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു. 1 Thessalonians chapter 4 1 തെസ്സലോനിക്കർ 4 and verse 5. 5 4th verse. Each of you know how to possess your own vessel of body in sanctification and honor. അതിന്റെ 4 ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിനല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വിശുദ്ധീകരണത്തിലും മാനത്തിലും. Yeah, in sanctification and honor. വിശുദ്ധീകരണത്തിലും മാനത്തിലും. How you are possessing your body?
എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നാം He's വീണ്ടെടുക്കുന്നത്? mainly talking about sexual passion, ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് ലൈംഗിക മോഹത്തെക്കുറിച്ചാണ്. lustful passion like the Gentiles who do not know God. വിജാതീയർ, ദൈവത്തെ അറിയാത്ത വിജാതീയർക്കുള്ളത് പോലെയുള്ള ലൈംഗിക മോഹം. Tell to God, ദൈവത്തോട് പറയുക, Lord, if I give this body to passion like the Gentiles, I do not know you. കർത്താവേ, വിജാതീയർക്ക്, അങ്ങേ അറിയാത്ത വിജാതീയർക്കുള്ള ആ മോഹത്തെ പോലെ ഞാൻ അതുള്ളവനാണെങ്കിൽ എനിക്ക് അങ്ങേ അറിയില്ലല്ലോ. At that time, I am betraying that there is no God. ആ സമയത്ത് ഞാൻ അങ്ങേ തള്ളി പറയാണ് ദൈവമില്ല എന്ന്. Talk to yourself. നിങ്ങളോട് തന്നെ സംസാരിക്കുക. Tell the body, lust, I don't want to fulfill your lust. ഈ ശരീരത്തോട് പറയുക, ഈ മോഹമേ നിന്നെ പ്രസാദിക്കുവാൻ I ആഗ്രഹിക്കുന്നില്ല. want to possess this body with sanctification and in such a way that it brings honor to God. എന്റെ ശരീരത്തെ വിശുദ്ധീകരണത്തിലും ദൈവത്തിന് മാനം ലഭിക്കുന്നതിനും വേണ്ടി ഞാൻ പിടിച്ചടക്കണം. There was one young girl, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു, born again. വീണ്ടും ജനിച്ച. Another boy, മറ്റൊരു ആൺകുട്ടി he's asking me, please give me some Zach's books. എന്നോട് ചോദിക്കായിരുന്നു, ബ്രദർ സാക്കിന്റെ ചില പുസ്തകങ്ങൾ എനിക്ക് തരണം. Why do you want the books? നിനക്ക് എന്തിനാണ് പുസ്തകം വേണ്ടത്? I want to give to my friend. എന്റെ സുഹൃത്തിന് കൊടുക്കാനാണ്. Oh, great. He's having the evangelization burden. ഓ, നല്ല കാര്യമാണല്ലോ, അവന് സുവിശേഷീകരണത്തിന്റെ ഒരു ഭാരമുണ്ട്. And no, it's easy, no. When you go without anything, the other person will not accept you. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒന്നും ഇല്ലാതെ പോകുമ്പോൾ മറ്റാര് നിങ്ങളെ സ്വീകരിക്കില്ല. Opposite sex. എതിർലിംഗത്തിൽപ്പെട്ടവർ. So this girl sees, oh, this boy is spiritual boy because he's having Zach's books. ഈ പെൺകുട്ടി ഇത് കാണുമ്പോൾ, ഓ, ഇവനൊരു ആത്മീയനായിട്ടുള്ള കുട്ടിയാണല്ലോ, സാക്കിന്റെ പുസ്തകമൊക്കെ ഉണ്ടല്ലോ കയ്യില്. Then relationship starts. അങ്ങനെ ആ ബന്ധം ഉണ്ടാകുന്നു. And mostly a boy, for him, the primary need is to satisfy his sexual desire. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചും അവന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം അവന്റെ ലൈംഗിക മോഹം സബലീകരിക്കുവാൻ വേണ്ടിയാണ്. But for girl, it is not like that. എന്നാൽ ഒരു പെൺകുട്ടിക്ക് അതങ്ങനെയല്ല. She wants to lean, depend somebody. അവൾക്ക് ആരെയോ ആശ്രയിക്കുകയോ ചാരുകയോ ചെയ്യണം. She wants an emotional support. അവൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് വേണം. She wants somebody to say, I love you, I care for you. ആരെങ്കിലും അവളോട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി കരുതും എന്ന്. Yeah, that's what the girl wants. അതാണ് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. So this boy and girl started a relationship. ആ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഒരു ബന്ധം He ഉണ്ടായി. promised that he would marry her. അവൻ അവളെ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. She trusted that. അത് അവൾ വിശ്വസിച്ചു. It was going on. അതങ്ങനെ തുടർന്നിരുന്നു. Then one day he said, I'm taking you to a place. ഒരു ദിവസം അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. No, I don't want to come. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല. No, it's a birthday celebration, please come. ഇല്ല, അതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. For my close friend. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ. You like this particular type of color of car, no? I have brought that. I booked that. നിനക്ക് ഈ നിറത്തിലുള്ള കാർ നിനക്ക് ഇഷ്ടമല്ലേ? അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. Seducing words. അവളെ ആകർഷിക്കുന്ന ആ വാക്കുകൾ. Then we go in the morning and come back in the evening. രാവിലെ പോയി നമുക്ക് വൈകുന്നേരം വരാം. But without the knowledge, booked a lodge. അവൾ അറിയാതെ ഒരു ലോഡ്ജ് ബുക്ക് ചെയ്തു. The rest is, what happened. പിന്നീട് നടന്നത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. Hated her with all hatred. അവളെ വളരെ വെറുപ്പോടെ വെറുത്തു. After enjoying. അവളെ ആസ്വദിച്ചതിന് ശേഷം. Now that flow has gone somewhere. അതിനുശേഷം എവിടെയോ പോയി. She cries and cries and cries and cries. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. She can't no more. She can work in the same workplace. അവൾക്ക് അതേ ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. Because everybody said he's my husband. എല്ലാവരോടും പറഞ്ഞത് അവൻ എന്റെ ഭർത്താവാണെന്നായി. What happened? No call from him. എന്താ സംഭവിച്ചത്? അവൻ വിളിക്കുന്നില്ലല്ലോ. She fled from this country. ഈ രാജ്യത്ത് നിന്ന് തന്നെ വിട്ടുപോയി. And parents are seeing proposal one after the other. She says, I don't want. മാതാപിതാക്കൾ ഓരോ വിവാഹാലോചനകൾ കൊണ്ടുവരുന്നു. അവൾ പറയുന്നു, എനിക്ക് വേണ്ട. Can't express to the parents. അവൾ അത് മാതാപിതാക്കളോടും പറഞ്ഞിട്ടില്ല. Lost her life. അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു. Lost her future. അവളുടെ ഭാവി നഷ്ടപ്പെട്ടു. Every sin has a consequence. എല്ലാ പാപത്തിനും ഒരു പരിണിത ഫലമുണ്ട്. So when somebody comes and says nice words, don't get deceived. ആരെങ്കിലും നിങ്ങളോട് നല്ല വാക്കുകൾ പറഞ്ഞു വരുമ്പോൾ വഞ്ചിക്കപ്പെടരുത്. Yeah, they will show the best part of their life. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. Maybe the other way also. അത് നേരെ തിരിച്ചുമായിരിക്കാം. Be careful. നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കുക. Extremely be careful. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. Maintain safest distance. വളരെ
സുരക്ഷിതമായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ദൂരം പാലിക്കുക. Don't ask how far I can go, how far I can go. ഇങ്ങനെ എത്രയും അടുത്ത് എനിക്ക് പോകാൻ കഴിയും എന്ന് ചോദിക്കരുത്. You want excitement? നിനക്ക് സന്തോഷം വേണം. Yeah, 5 or 6 college students, they went for outing. 5 or 6 കോളേജ് വിദ്യാർത്ഥികൾ ഒരു ഔട്ടിങ്ങിന് പോയി. In the middle of the river is a rock. ആ നദിയുടെ നടുക്ക് ഒരു പാറയുണ്ട്. Yeah, we'll take selfie there. നമുക്ക് അവിടെ പോയി സെൽഫി എടുക്കാം. Boys and girls. ആൺകുട്ടികളും പെൺകുട്ടികളും. Flood came suddenly. പെട്ടെന്ന് വെള്ളപ്പൊക്കം They വന്നു. were all holding together. അവരെല്ലാം തമ്മിൽ പിടിച്ചുകൊണ്ടിരുന്നു. One after the other, one after the other got drowned. ഓരോരുത്തരായിട്ട് Lost their lives. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. Don't go to the edge. ആ അറ്റത്ത് വരെ പോകരുത്. Don't go to the risky places. അവിടെ സുരക്ഷിതമല്ലാത്ത Dangers സ്ഥലങ്ങളിൽ ahead. അവിടെയൊക്കെ അപകടം ഇരിക്കുന്നു. Lord, help me to preserve this body in sanctification and in honor. കർത്താവേ, എന്നെ ഈ ശരീരത്തെ വിശുദ്ധിയിലും മാനത്തിലും സംരക്ഷിക്കുവാൻ സഹായിക്കണമേ. Brother Suresh led you to a beautiful song, Romans 12 and verse 1. Verse 1. സുരേഷ് നിങ്ങളെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. റോമർ 12:1. I beseech you, therefore, my brothers, offer your body as a living sacrifice, wholly acceptable unto God, for this is the reasonable service. പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് അർപ്പിക്കുവിൻ. In my college days and young days, I will imagine there is an altar before me. എന്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കും, എന്റെ മുമ്പിൽ ഒരു യാഗപീഠമുണ്ട്. I imagine I place my eyes on the altar. ഞാൻ ഇങ്ങനെ സങ്കല്പിക്കും, എന്റെ കണ്ണുകൾ ഞാൻ ആ യാഗപീഠത്തിന് മുമ്പിൽ. Lord, I place my ears on the altar. കർത്താവേ, ഞാൻ എന്റെ കാതുകൾ ഈ യാഗപീഠത്തിൽ My വെക്കുന്നു. mind on the altar. എന്റെ മനസ്സിനെ ഞാൻ യാഗപീഠത്തിൽ My വെക്കുന്നു. mouth on the altar. എന്റെ വായെ ഞാൻ വെക്കുന്നു. I quietly wait. Quietly I wait. ഞാൻ മിണ്ടാതെ ഇരുന്ന് കാത്തിരിക്കും. I remember this verse. ഈ വാക്ക് ഞാൻ ഓർക്കും. Lord, I offer it as a living sacrifice. കർത്താവേ, ഒരു ജീവനുള്ള യാഗമായിട്ട് ഞാൻ അർപ്പിക്കുന്നു. Are you willing to offer your body? നിങ്ങളുടെ ശരീരത്തെ നൽകുവാൻ നിങ്ങൾ തയ്യാറാണോ? Then other two well-beings I want you to meditate and work out. മറ്റ് 2 ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് അതിനെ പറയാൻ. How was Jesus in his spiritual life? യേശു ആത്മീയ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? Jesus and the word of God. യേശുവും ദൈവവചനവും. Meditate. അതിനെക്കുറിച്ച് നിങ്ങൾ Matthew 4:4. മത്തായി 4:4. Luke chapter 2. ലൂക്കോസ് 2-ാം അധ്യായം. Hebrews 10. എബ്രായർ 10. And Jesus and prayer. യേശുവും പ്രാർത്ഥനയും. How Jesus prayed? എങ്ങനെയാണ് യേശു പ്രാർത്ഥിച്ചത്? He prayed with loud cries and tears. വളരെ ഉച്ചത്തിലുള്ള കരച്ചിലൂടെയും കണ്ണുനീരോടെയുമാണ് When he was tempted. താൻ പ്രലോഭിക്കപ്പെട്ടു. Lord, help me to pray like that. കർത്താവേ, എന്നെയും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ And സഹായിക്കണമേ. meditate on the Lord's prayer. Matthew chapter 6. മത്തായി 6-ലുള്ള ദൈവത്തിന്റെ പ്രാർത്ഥനയിൽ ധ്യാനിക്കുക. മത്തായി And how Jesus was filled with the Holy Spirit. യേശു എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത്? Matthew 3 chapter 16. മത്തായി 3:16. It is fitting to fulfill all righteousness. എല്ലാ നീതിയും നിവർത്തിക്കുന്നത് നല്ലതാണ്. To such people, God gives the Holy Spirit. അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. Many of you desire the power of the Holy Spirit. നിങ്ങൾ ചിലരും നിങ്ങൾ മിക്കവാറും പരിശുദ്ധാത്മാവിന്റെ ശക്തി ആഗ്രഹിക്കുന്നു. Have you ever told God, Lord, I want to fulfill all righteousness. Please give me, Lord, anoint me with the Holy Spirit. നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, എല്ലാ നീതിയും എനിക്ക് നിവർത്തിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം I ചെയ്യണമേ. want to obey, Lord, in difficult situations. പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ അങ്ങേ എനിക്ക് അനുസരിക്കണം കർത്താവേ. And Jesus and obedience. യേശുവും അനുസരണവും. His obedience was unto death. Until the cross he obeyed. തന്റെ മരണത്തിൽ തന്റെ ക്രൂശ് വരെയും യേശു അനുസരണമുള്ളവനായിരുന്നു. Hebrews 5:9. എബ്രായർ 5:9. And he was anointed for that. താൻ അതിൽ അഭിഷിക്തനായിരുന്നു. He obeyed to his parents. തന്റെ മാതാപിതാക്കളെ അനുസരിച്ചു. And finally, social well-being. അവസാനമായിട്ട് സാമൂഹികമായിട്ടുള്ള കാര്യത്തിലുള്ള ആരോഗ്യം. Jesus had compassion on people. യേശുവിന് മറ്റുള്ളവരോട് അനുകമ്പയുണ്ടായിരുന്നു. Concern for the people. മറ്റുള്ളവരോട് കരുതൽ. How he moved with others. എങ്ങനെയാണ് യേശു മറ്റുള്ളവരോട് ചേർന്ന് നടന്നത്? Jesus was spending time with some people. യേശു ചില ആളുകളുമായിട്ട് സമയം ചെലവഴിക്കുകയായിരുന്നു. Mary has prepared good chapati and kurma. മറിയ നല്ല ചപ്പാത്തിയും കുറുമയും തയ്യാറാക്കി. Mutton kurma. മട്ടൻ കുറുമ. Oh, it is getting cold. അത് തണുത്തു പോവുകയാണ്. Go and call Jesus. യേശുവിനെ പോയി വിളിക്കൂ. Some are going calling Jesus. Amma, your mother is calling. യേശുവിന്റെ Your mummy is calling. നിന്റെ അമ്മ വിളിക്കുന്നു.
Who is my mother? ആരാണ് എന്റെ അമ്മ? Who are my brothers? ആരാണ് എന്റെ Who are സഹോദരന്മാർ? my sisters? എന്റെ സഹോദരിമാർ It is those who do the will of God. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം. Are they your brothers and sisters? അവരൊക്കെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരാണോ? And social life, you have to be very, very careful. സാമൂഹിക ജീവിതത്തിൽ വളരെ വളരെ Tell ശ്രദ്ധയുള്ളവരായിരിക്കും. me your friend, I'll tell who you are. നിങ്ങളുടെ സുഹൃത്ത് ആരാണെന്ന് പറയുക. നിങ്ങൾ Don't allow any of your friends to lead you astray from God. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ അനുവദിക്കരുത്. Jesus had two names. യേശുവിന് 2 പേരുണ്ടായിരുന്നു. Luke 7:34, I think. He is a friend of sinners. ലൂക്കോസ് 7:34 തോന്നുന്നു. അവൻ പാപികളുടെ സ്നേഹിതൻ. Another name, Hebrews 7:26. He was separated from sinners. മറ്റൊരു പേര് എബ്രായർ 7:26. അവൻ പാപികളിൽ നിന്നും മാറി നിന്നിരുന്നു. Depend on the Holy Spirit. പരിശുദ്ധാത്മാവിൽ Lord, ആശ്രയിക്കുക. when should I be called a friend of sinners? കർത്താവേ, എപ്പോഴാണ് പാപികളുടെ സ്നേഹിതൻ എന്ന് What type of പറയപ്പെടേണ്ടത്? sinners I should be a friend? ഏതൊക്കെ തരത്തിലുള്ള പാപികളുടെ സുഹൃത്ത് ഞാൻ What ആയിരിക്കണം? type of sinners I should be separated from? ഏതൊക്കെ തരത്തിലുള്ള പാപികളിൽ നിന്ന് ഞാൻ വേർപെട്ടിരിക്കണം? May God protect us. നമ്മെ ദൈവം സംരക്ഷിക്കട്ടെ. Jesus Christ is a good model. യേശു നമുക്ക് നല്ല മാതൃകയാണ്. Luke chapter 2, we read. ലൂക്കോസ് 2 നാം വായിച്ചു. Mental well-being, മാനസികമായ ആരോഗ്യം, spiritual well-being, ആത്മീയാരോഗ്യം, personal well-being, വ്യക്തിപരമായ ആരോഗ്യം, and social well-being. സാമൂഹികപരമായിട്ടുള്ള ആരോഗ്യം. Yeah, let us follow Jesus. നമുക്ക് യേശുവിനെ പിൻപറ്റാം. He's a good example. നല്ല മാതൃകയാണ്. And Holy Spirit is there to help you. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാനുമുണ്ട്. Helplessly depend on God. Lord, I can't do it. നിസ്സഹായതയോടെ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവേ, എനിക്കത് ചെയ്യാൻ കഴിയില്ല. I need you, Lord. എനിക്ക് അങ്ങേ വേണം കർത്താവേ. Shall we ask God? നമുക്ക് കർത്താവിനോട് ചോദിക്കാം. Shall we close our eyes? നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. In your time of prayer, നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്ത് identify one area in your mental well-being where you have to repent. നിങ്ങളുടെ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ട ഒരു മേഖല കണ്ടുപിടിക്കുക. Similarly, അതേപോലെ തന്നെ in your personal well-being, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യത്തെ സംബന്ധിച്ച്, taking care of your body, നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച്, maybe your eyes or ears or mouth or tongue, നിങ്ങളുടെ കണ്ണുകളോ കാതുകളോ വായോ നാവോ, one area to repent. മാനസാന്തരപ്പെടേണ്ട ഒരു മേഖല. Your spiritual life, maybe with respect to the church, your prayer life, one area where you want to repent. നിങ്ങളുടെ ആത്മീയ ജീവിതം, സഭയുമായിട്ടോ പ്രാർത്ഥനാ ജീവിതമായിട്ടോ ഏതെങ്കിലും ഒരു മേഖല മാനസാന്തരപ്പെടേണ്ടതിന് Bring to your mind, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. place it before God. അത് കർത്താവിന്റെ മുമ്പിൽ വെക്കുക. And finally, in your social living, അവസാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ are you a testimony? നിങ്ങൾ ഒരു സാക്ഷ്യമാണോ? Are you a powerful witness? നിങ്ങൾ ശക്തിയായിട്ടുള്ള സാക്ഷിയാണോ? Do others know that you are a child of God? നിങ്ങൾ ദൈവത്തിന്റെ മകനാണെന്ന് മകളാണെന്ന് മറ്റുള്ളവർക്ക് അറിയാമോ? Are you impacting others or are you impacted by others? മറ്റുള്ളവരെ നിങ്ങൾ സ്വാധീനിക്കുകയാണോ? മറ്റുള്ളവരാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുകയാണോ? Identify one area. ഒരു മേഖല കണ്ടുപിടിക്കുക. So I have given you 4 areas where you can repent. ഞാൻ നിങ്ങളെ കാണിച്ചത് 4 മേഖലകളിൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ കഴിയുന്ന മേഖലകൾ ആണ്. In your free time, write it in your notebook. നിങ്ങളുടെ ഒഴിവു സമയത്ത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. Spend at least coming few days on this area. വരുന്ന ചില ദിവസങ്ങളെങ്കിലും ഈ മേഖലകളെ കുറിച്ച് നിങ്ങൾ സമയം ചെലവഴിക്കുക. Repent. മാനസാന്തരപ്പെടുക. Change. മാറുക. Ask God for help. കർത്താവിനോട് സഹായം ചോദിക്കുക. Our dear Father, we thank you for all the young brothers and sisters who are gathered here. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്കായിട്ട് നന്ദി പറയുന്നു. Protect them, Lord. അവരെ സംരക്ഷിക്കണമേ കർത്താവേ. Let their life count for you, Lord. അവരുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി എണ്ണപ്പെടണം. Let them live for you. അവര് നിങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി ജീവിക്കണം. These 4 areas of life, Lord, ഈ we 4 commit ourselves to you, Father. ഈ ജീവിതത്തിന്റെ ഈ 4 മേഖലകൾ ഞങ്ങൾ അങ്ങേക്കായിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ തരുന്നു. Thank you, Father. നന്ദി പിതാവേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. Amen. ആമേൻ.